അതെങ്ങനെ ഇത്തിരി നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നിന്റെ പേജിലിടാൻ പറ്റുന്നേ? അറിയില്ല, എനിക്കിഷ്ടപ്പെട്ട പോലെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക. നീ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. ഏയ് അല്ല, ഞാൻ ശരിക്കും പറയുന്നേ. നിന്റെ ഫോട്ടോഗ്രാഫിക്ക് ഇപ്പൊ എന്താ കുറവുള്ളത്? നീ നന്നായിട്ടല്ലേ എടുക്കുന്നേ. ഹലോ ഹലോ, ഞാൻ ഇപ്പോഴും ലേണറാ, നീയാണ് പ്രോ. അല്ല, നിനക്ക് ഈ പാഷൻ എങ്ങനെ കിട്ടിയേ? എനിക്കിഷ്ടപ്പെട്ട ആൾക്ക് ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടാ, അതുകൊണ്ട് എനിക്കും ഇഷ്ടായി. അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ. അല്ല, ഇനി എത്ര നാളിങ്ങനെ ഒളിച്ചു കളിക്കും? എത്ര നാളാ ഞാൻ നിന്റെ മുഖം പോലും കാണാതെ ഇങ്ങനെ സംസാരിക്കാം? എപ്പോഴാ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുക? നമ്മൾ സംസാരിച്ചിട്ട് ഒരു 1 വീക്ക് അല്ലേ ആയുള്ളൂ. പെട്ടെന്ന് തന്നെ കാണാം. എന്തിനാ ധൃതി കൂട്ടുന്നേ? I am badly waiting to see the man behind. Sorry, woman behind the lens. പെട്ടെന്ന് തന്നെ ദർശനം താ മേഡം. ശരി, നീ ഇത്രയും ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നീ തന്നെ നിന്റെ ഇമാജിനേഷനിൽ ഒരു ഇമേജ് ഫോം ചെയ്തോളൂ. ഓബിയസ്ലി സുന്ദരിയായിരിക്കും. ഹാ, അതെ അതെ, നീ പറ. എൻ്റെ ഇമാജിനേഷൻ ഇമേജ് നിന്റെ റിയൽ ഇമേജുമായിട്ട് എത്ര മാച്ച് ഉണ്ടെന്ന് നോക്കാം. ആകാശത്തിലുള്ള മഴവിൽ പോലത്തെ നെറ്റി, കിഴക്കിൽ നിന്നുദിക്കുന്ന സൂര്യനെ പോലെ 2 കണ്ണുകൾക്ക് നടുവിലൊരു ചെറിയൊരു പൊട്ട്, മീനച്ചിലാറിൽ നീന്തുന്ന മീനെ പോലത്തെ 2 കണ്ണുകള്, നിലാവ് വെട്ടിവെച്ച പോലത്തെ 2 പുരികൾ, മുത്ത് പോലത്തെ മൂക്ക്, റോസാപ്പൂവിന്റെ ഇതള് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ചുണ്ട്. പിക്ചർ വന്നോ? ഓൾമോസ്റ്റ് വന്നതുപോലെ തന്നെ. ഈ ലോകത്തുള്ള എല്ലാ സൗന്ദര്യം ഒരുമിച്ച് പാക്ക് ചെയ്ത പോലുണ്ട്. ലോഡാവാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ പെട്ടെന്ന് തന്നെ കാണാം. ഓരോ സമയത്ത് ഗുഡ് മോർണിംഗ് ഏട്ടാ. നീയോ എന്തിനാ ഇങ്ങനെ ബെല്ലടിക്കുന്നേ? ചെറുതായിട്ട് അടിച്ചാ പോരായിരുന്നോ? നല്ല ഉറക്കം പോയി. ചെറുതായിട്ട് അടിച്ച കേക്കിലെന്ന് വെച്ചിട്ടാ വലുതായിട്ട് അടിച്ചത്. നിന്റെ ഈ നമ്പറൊന്നും എൻ്റെ അടുത്ത് ഇറക്കല്ലേ. അകത്ത് വന്ന് ഡോർ ലോക്ക് ചെയ്ത് പോയി കിടന്നോ. ശരി ഏട്ടാ. ഏട്ടാ ഏട്ടാ, എനിക്ക് മാമ, ഓഫീസിൽ പോകാൻ ടൈം ആയില്ലേ? എന്താടി? ഓഫീസിൽ പോ, റെഡി ആവുന്നില്ലേ? ചേട്ടന് വേണ്ടിയ കോഫി ഇട്ടുകൊണ്ട് വന്ന്. ഞാൻ ചോദിച്ചിരുന്നോ കോഫിക്ക്? പിന്നെന്തിനാ കൊണ്ടുവന്നേ? അത് പിന്നെ എണീറ്റുടനെ എല്ലാരും കുടിക്കുമെന്നുള്ളോണ്ട്. എല്ലാരും കുടിക്കും, പക്ഷെ ഞാൻ കുടിക്കില്ല. സോ ഇപ്പൊ നീ പോവാണേ, ഞാൻ കുറച്ച് കൂടി കിടക്കും. ഏട്ടാ, കുറച്ചിരുന്ന് വെച്ചാൽ എത്ര നേരം ഏട്ടാ? ടിഫിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിലപ്പോ ആറിപ്പോയാലോ. എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇവിടെ നോക്ക്, നീ ഇത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചാലും ഞാൻ കുടിച്ചോളാം. സോ എന്നൊന്ന് ഡിസ്റ്റർബ് ചെയ്യാതൊന്ന് പോവാവോ? എടാ അർജുൻ, അർജുനെ, എടാ അർജുനെ.
ആ അലറണ്ട, എഴുന്നേറ്റു. ഈ വീട്ടിൽ ഒരാളും മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. എന്താ മേഡം ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പോലെ ഉണ്ടല്ലോ? ഇന്ന് സ്പെഷ്യൽ ഡേ, അതാ. സ്പെഷ്യലോ? എന്ത് സ്പെഷ്യൽ? എനിക്ക് മാത്രം സ്പെഷ്യൽ, എല്ലാവർക്കും അല്ല. ഏട്ടാ ഏട്ടാ. എടാ അച്ഛാ, അവൾ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഇങ്ങനെ ഫോൺ ഞോണ്ടിക്കൊണ്ടിരിക്കാതെ വേഗം കഴിക്കാൻ നോക്ക്. എപ്പോൾ നോക്കിയാലും ഫോണ്. ചട്നി എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കാം. എങ്ങനെയാടാ നീ ഇത് കഴിക്കുന്നത്? എടാ വയറ് നിറച്ച ആഹാരം കഴിക്കേ, എന്നിട്ട് പോയി ഫോൺ നോക്കിയോ, ആരും ഒന്നും പറയില്ല. നാട്ടിൽ നിന്ന് കെട്ടിയെടുത്തത് എന്നെ ചീത്ത കേൾപ്പിക്കാനാണോ? എടാ നീ എന്തിനാടാ അവളെ വഴക്ക് പറയുന്നത്? നമ്മുടെ വീട്ടിൽ കയറി വരേണ്ട കുട്ടിയല്ലേ അവള്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? വീണ്ടും തുടങ്ങി. ഏട്ടാ, എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഏട്ടന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക് പഠിക്കട്ടെ. ഫോട്ടോഗ്രാഫി അത്ര ഇൻട്രസ്റ്റാ? ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോവാണോ? നോക്ക്, ഫോട്ടോഗ്രാഫി എന്നാൽ സ്നാപ്ചാറ്റിൽ ഫിൽറ്റർ ഇട്ട് കളിക്കുന്നത് പോലെയല്ല. അതല്ല ഏട്ടാ. നീ ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത്? അതെന്താന്ന് വെച്ചാ, നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ. അമ്മ മോളെ വിളിച്ചോണ്ട് പോയി നിന്റെ ഓഫീസിൽ എന്താ ജോലി എന്ന് കാണിച്ചു കൊടുക്ക്, അവള് പഠിച്ചോളൂ. അതെന്താ എലിമെന്ററി സ്കൂളാണോ ABCD പറഞ്ഞു തന്നിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ? നിന്റെ കമ്പനി വലിയ ഇന്റർനാഷണൽ ബ്രാൻഡൊന്നും അല്ലല്ലോ. ആ ഒന്നിനും കൊള്ളാത്ത നവീനെ നീ നിന്റെ ഓഫീസിൽ ചേർത്തില്ലേ? അവനെ കമ്പയർ ചെയ്യുമ്പോ അമ്മു എത്രയോ ബെറ്ററാ. കൂട്ടിക്കൊണ്ട് പോടാ അവളെ. ശരി അച്ഛാ. താങ്ക്സ് അമ്മവാ. ഇവൻ നിന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചില്ലെങ്കിലേ എന്നോട് പറ, ഞാൻ നോക്കിക്കോളാം. ഇവൻ പറഞ്ഞു കൊടുക്കും ഫോട്ടോഗ്രാഫി. എന്താ നീ പറഞ്ഞ? ഒന്നുമില്ല അച്ഛാ. മര്യാദ കഴിക്കും. പെട്ടെന്ന് പോവാ ഏട്ടാ, അല്ലെങ്കിൽ ലേറ്റ് ആവും. കണ്ടില്ലടാ എന്തൊരു ഡെഡിക്കേഷൻ അല്ലേ. നവീൻ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോടാ? ഇവളെ വിളിച്ചോണ്ട് പോടാ, ഇവൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. കേറിയിരുന്നോ? കേറിയിരുന്നേട്ടാ. ഏട്ടാ, നിങ്ങൾ ഡെയിലി ഓഫീസിൽ ഇതേ റൂട്ടിലാണോ പോകുന്നേ? അത് ഓഫീസല്ല, സ്റ്റുഡിയോ. ഓ, നമ്മുടെ ആ വാട്ടർ ടാങ്കിന്റെ അടുത്താണോ? അപ്പോ ആ റോഡ് വഴിയും പോവാലോ സ്റ്റുഡിയോയിലേക്ക്. ഏട്ടാ, നിങ്ങളോട് ചോദിക്കുന്നേ, പറയേട്ടാ. എന്താ സംസാരിച്ചുകൊണ്ടേ ഇരിക്കോ നീ? വായി കിടക്കില്ലേ നിനക്ക്? ബോറടിക്കുന്നേട്ടാ. സംസാരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ടൈം പാസ് ആയിരിക്കുമല്ലോ. ഇവിടെ എന്റെ ചെവിയിൽ നിന്ന് രക്തം വരുന്നു. ഏട്ടാ, വയസ്സാകില്ലെന്നപ്പോ ഇങ്ങനല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ? വീണ്ടും പറയാം, മിണ്ടാതിരിക്കും. ഇനി ഒരു പ്രാവശ്യം കൂടി സംസാരിച്ചല്ലോ വായ ഒട്ടിച്ചളി ഞാൻ. ദൈവമേ, ഈ ദിവസം മുഴുവൻ ഇവിടെ എങ്ങനെയാ ഞാൻ സഹിക്കണ്ടേ? ഈ ദിവസം മാത്രല്ല ഏട്ടാ, ഈ ലൈഫ് ഫുള്ള്. നീ ഇവിടെ തന്നെ നിൽക്കും, ഞാനിപ്പോ വരാം.
ഇതെല്ലാം ചെയ്യുമല്ലേ? എന്താടാ ഓഫീസിന് ഇത്രയും ലേറ്റ് ആയത്? രാത്രി നല്ലോണം കുടിച്ചോ? ഇല്ല അളിയാ, ഞാൻ വെള്ളമൊന്നും അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് വന്നേ. അത് ശരി, നീ മൂഡ് ഓഫ് ആണെങ്കിലല്ലേ സിഗരറ്റ് വലിക്കുള്ളൂ. രാവിലെ തന്നെ മൂഡ് ഓഫ് ആണോ? ഒരു പ്രാവശ്യം പാർക്കിങ്ങിനടുത്ത് നോക്കിയേ. എൻ്റെ അമ്മോ, ആരാടാ ഇത്? എൻ്റെ മൂഡ് ഓഫിന്റെ കാരണം. എന്ത്? ഇത്രയും ഭംഗിയുള്ള പെണ്ണ് നിന്റെ മൂഡ് ഓഫിന്റെ കാരണോ? ശരി, ഈ പെണ്ണാരാ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുറപ്പെണ്ണ്. അവളാ അമ്മു. മുറപ്പെണ്ണോ? ഇത്രയും ഭംഗിയുള്ള മുറപ്പെണ്ണ് വെച്ചിട്ട് ഊരും പേരും അറിയാത്ത ഇൻസ്റ്റാഗ്രാം പെണ്ണിനോടാ നിനക്ക് പ്രേമം? എന്താന്നറിയില്ലടാ, എനിക്കതൊന്നും സെറ്റാവില്ല. ഇത്രയും ഭംഗിയാണെങ്കിൽ നിനക്ക് എങ്ങനെ സെറ്റ് ആവില്ല. ആ സെറ്റാവില്ലടാ, എൻ്റെ അവളുടെയും വൈബ് സെറ്റാവില്ല. എനിക്ക് ചിലപ്പോൾ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. ട്രൈ ചെയ്തോട്ടെ. കയ്യും കാലും അടിച്ചുടച്ച് അടുപ്പത്തുള്ള ഞാൻ. എന്നാ ശരി, വേണ്ടല്ലേ. വർക്ക് ചെയ്യാൻ വേണ്ടി വന്നാ ചെയ്തിട്ട് പൊക്കോണം. അതുവരെ എല്ലാം അടച്ചു വെച്ചോ. ഓക്കെ അളിയാ. പോവാം. രാവിലെ അച്ഛൻ പറഞ്ഞ ഒന്നിനും കൊള്ളാത്തവൻ ഇവനാ നവീൻ. ഹായ്. എന്താടാ നിന്റെ മുറപ്പെണ്ണ് മിണ്ടൂലേ? ഇപ്പൊ സംസാരിക്കും. ഹായ്. ഹായ്. നമസ്കാരം. നമസ്കാരം. വാ പോവാം. അമ്മു, ഏട്ടാ, ഒന്നിനും തൊടാൻ പാടില്ല. ഇവിടെയുള്ള സിസ്റ്റംസ്, ക്യാമറാസ്, ലെൻസസ് എല്ലാം കോസ്റ്റ്ലിയാ. അതിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ നമ്മുടെ സ്വത്ത് തന്നെ എഴുതി കൊടുക്കേണ്ടി വരും. ഏയ്, ഇപ്പോഴല്ലേ പറഞ്ഞ് ഇതിവിടെ വെക്കേ. ഒന്നിലും തുടരുന്ന് പറഞ്ഞല്ലേ. മാമൻ കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലേ. വരൂ, ഓഫീസ് കാണിക്കാം. ഹേ അമ്മു. നവീൻ, ഏട്ടന് തനിയെ ക്യാബിനൊന്നും ഇല്ലേ? ദേ അവിടെ നോക്ക്. ആ ക്യാബിനിലിരിക്കാനാണ് നിന്റെ മാമന്റെ ആഗ്രഹം. ആരതാ ക്യാബിൻ? സ്റ്റുഡിയോയിലെ ലീഡ് ഫോട്ടോഗ്രാഫറിന് കിട്ടുന്ന ക്യാബിനാ. എന്റെ ഏട്ടൻ ലീഡ് ഫോട്ടോഗ്രാഫർ അല്ലേ? ആണ്, പക്ഷെ അതിന് ഒരു ക്വാളിഫിക്കേഷൻ വേണമെന്നാ പറയണം. ഇതിനു മുന്നേ ഞങ്ങളുടെ ഗുരു ഭരത്തായിരുന്നു. അങ്ങനെ റിസൈൻ ചെയ്തതിന് ശേഷം ആരായിരിക്കുന്നത് അറിഞ്ഞൂടാ. പക്ഷേ ആ ക്യാബിനിലേക്ക് ആരും വന്നില്ലെങ്കിൽ അത് നിന്റെ മാമനാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ക്യാബിനും ആ പൊസിഷനും രണ്ടും എന്റെ ഏട്ടനിനെയാ. നീ വേണം നോക്കിക്കോ. ഓക്കെ. എങ്ങോട്ടാ? ക്യാബിൻ നോക്കാനാ? ലൈറ്റ് കുറച്ച് പൊക്കി പിടിച്ചേ. കുറച്ചുകൂടി ഒന്നിങ്ങ് വാ. അത് മതി. അമ്മു, പറഞ്ഞല്ലേ ഒന്നിലും തുടരുന്നത്. ഇതൊക്കെ കോസ്റ്റ്ലിയാന്ന് ഞാൻ പറഞ്ഞല്ലേ. എത്ര പ്രാവശ്യം പറയണ്ടേ? വെറുതെ ഇരിക്കാൻ അറിയില്ലേ? അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് എല്ലാത്തിലും തോണ്ടുന്നേ. നീ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. ഒരുപക്ഷെ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ
കഫ്റ്റീരിയയിൽ പോയി ഇരിക്കാൻ നോക്ക്. പോകുന്ന സമയത്ത് ഞാൻ വന്ന് വിളിച്ചോളാം. പറയുന്നൊന്നും ചെയ്യില്ല, പക്ഷെ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര ഇൻട്രസ്റ്റാ. മനസ്സിലായോ? സോറി ഏട്ടാ. നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ലൈറ്റ് എടുക്ക്. അമ്മോ, നീ ഇനി ഉറങ്ങിയില്ലേ? ഓർക്കാൻ വരുന്നില്ല അമ്മാവാ, കുറച്ചു നേരത്തിനുള്ളിൽ കിടക്കാം. എന്തു പറ്റുമോളെ? ഒന്നും പറ്റിയില്ല അമ്മാവാ. അവനെന്തേലും പറഞ്ഞു? എടാ അമ്മാവാ അമ്മാവാ, ഏട്ടൻ്റെ ഒരു തെറ്റുമില്ല. ഞാനാ അദ്ദേഹത്തിനെ കുറച്ച് കഷ്ടപ്പെടുത്തിയത്. നീ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? എന്റെ തെറ്റാ. ഞാൻ ആ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കാതെ വളർത്തിയത്. അതുകൊണ്ടാ ഇവനെങ്ങനെ ആയത്. അയ്യോ, അങ്ങനെയൊന്നും ഒന്നുമില്ല അമ്മാവാ. അല്ല അമ്മ, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് നീ ഈ വീട്ടില് കയറി വന്നാൽ മാത്രമേ ഈ വീട്ടിൽ വെളിച്ചം വരൂ. ശരി, കൂടുതലൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലവും സോൾവ് ആവും. അപ്പൊ അവൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അന്നേരം ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം മോള് മറക്കണ്ട, ഈ മാമൻ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. മോള് പോയി കിടന്നുറയ്ക്കും. സ്നേഹ, എന്താടി നിന്റെ വോയിസിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടല്ലോ. നിന്റെ ചേട്ടന്റെ വീട്ടിലാണല്ലോ അല്ലേ? അതായിരിക്കും നിന്റെ ഹാപ്പിനെസിന്റെ കാരണം. നീ വൈസാഖിലിരുന്ന് ഹൈദരാബാദ് വന്നിട്ടും ഒരു മാറ്റമില്ലല്ലോടി. നിനക്കാണെങ്കിൽ നിന്റെ ഏട്ടനെങ്കിലും ഉണ്ട് മാറാൻ വേണ്ടി. എനിക്കങ്ങനെ ആരുമില്ലല്ലോ. അത് ശരി, നിനക്ക് എന്താണ് നിന്റെ ചേട്ടനോട് ഇത്രയ്ക്ക് ഇഷ്ടം? ഇഷ്ടമല്ല, പ്രണയം. അതാ, അത് എന്തിനാന്ന് ചോദിക്കുന്നേ? കുഞ്ഞു പ്രായത്തിൽ ഞാനും ഏട്ടനും തമ്മിൽ ചേർച്ചയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പഠിപ്പ് കഴിഞ്ഞുകൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. അങ്ങനെ എനിക്കൊരു പ്രപ്പോസൽ വന്നായിരുന്നു. പക്ഷെ ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ പറ്റി നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ പറയുന്നത് കേൾക്കുന്നതേ വലിയ കാര്യം. അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്താ എൻ്റെ ഏട്ടൻ വന്നടി. അവിടെ ഒരു ഹീറോനെ പോലെ വന്നെൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും. അവളുടെ സ്റ്റഡീസ് ഇപ്പോഴല്ലേ കഴിഞ്ഞത്, അവൾ ആദ്യം സ്വന്തം കാലിൽ നിൽക്കട്ടെ, പിന്നീട് കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞടി. എന്റെ അച്ഛൻ അത് കേട്ട ഭാവം കാണിച്ചില്ല. അതിനുശേഷം എന്റെ ഏട്ട ഒരു കാര്യം പറഞ്ഞടി. അമ്മൂന് അഗനിസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അവൾക്ക് അത് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ ഒരു നോട്ടം നോക്കിയിട്ട്, അമ്മു, നിനക്ക് കല്യാണം ഇഷ്ടമാണോ? ഞാൻ തല വേഗത്തിൽ ആട്ടിയതിനു ശേഷം എന്റെ അച്ഛൻ സൈലന്റ് ആയടി. അങ്ങനെ ഒരു ഏഞ്ചലായിട്ട് എന്റെ ലൈഫിൽ വന്ന് എനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യണോന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോയടി. ഞാൻ അപ്പൊ തന്നെ ഫിക്സ് ചെയ്തു, കല്യാണം ചെയ്യുന്നെങ്കിൽ എന്റെ ഏട്ടനെ തന്നെ കല്യാണം ചെയ്യണോന്ന്. അടിപൊളി ലവ് സ്റ്റോറി അടി. ശരി, നിന്റെ കല്യാണം എപ്പോഴാ? അറിയില്ലടി. എനിക്ക് ഏട്ടനെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ ഏട്ടന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയില്ല. എന്താ പറ്റി അമ്മു? പറഞ്ഞല്ലേ ഒന്നിലും തുടരുന്നത്. നീ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. ഒരുപക്ഷെ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കഫ്റ്റീരിയയിൽ പോയി ഇരിക്കാൻ നോക്ക്. നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്കെന്തോ നിന്റെ ചേട്ടന് നിന്റെ മേലെ ഫീലിങ്സ് ഇല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് തന്നെ. ഫീൽ എന്താ ഇല്ലാത്തെ? ഉണ്ട്. അതെങ്ങനെ? നീ എന്താ അങ്ങനെ പറയുന്നേ? എന്റെ ഏട്ടന് ഈ അമ്മൂന്റെ അടുത്ത് പ്രണയമില്ല. പക്ഷേ പക്ഷേ എന്റെ ഏട്ടൻ ഗീതാഞ്ജലി ഇഷ്ടപ്പെടുന്നുണ്ട്. ഗീതാഞ്ജലി എന്താടി പറയുന്നേ? അതോ നീ തന്നെയല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ? വീട്ടിൽ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എടുത്ത ഫോട്ടോസിന് വേണ്ടി ഒരു പേജ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമില്. ഗീതാഞ്ജലി, അതാ ജി മൂമെന്റ്സ്. ആ പേജ് തുടങ്ങിയ പെണ്ണിന്റെ കൂടെയാ എന്റെ ഏട്ടൻ പീക്ക് ലെവൽ പ്രണയത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഗീതാഞ്ജലി അല്ലേ സമ്മുവിന്റെ കൂടെയല്ലേ എന്റെ ഏട്ടൻ പ്രണയത്തിലുള്ളത്?
എപ്പോഴാ പറയാൻ പോകുന്നത് ചേട്ടൻ്റെ അടുത്ത്? ഹാ, പറയാം പതുക്കെ സർപ്രൈസ് പ്ലാൻ ചെയ്യാം. പക്ഷേ ഈ ഫീല് നന്നായിട്ടുണ്ടടി. എന്തിനാണ് ഇതൊക്കെ? എന്താന്നറിയില്ലടി, അന്ന് ബിന്ദു ചേച്ചിയുടെ കല്യാണത്തിന് വന്നപ്പോ പെട്ടെന്ന് മെസ്സേജ് ചെയ്തു, പേജ് കണ്ടിട്ട് ഫോട്ടോസ് നന്നായിട്ടുണ്ടെന്ന്. അപ്പോ അത് നല്ല രസമുള്ളതുകൊണ്ട് ഞാനും ആ ചാറ്റ് അങ്ങ് കണ്ടിന്യൂ ചെയ്തു. എന്തായാലും എന്താ, നീ ഹാപ്പി അല്ലേ? ഇതുവരെ ഞാൻ ഓൾ ഹാപ്പിയാണ്. ഇനി അറിയാൻ പറ്റൂ എന്താവാൻ പോകുന്നോ. ശരി എന്താ നോക്ക്. ബൈ. ബൈ.